ക്യൂ സ്റ്റുഡിയോ BTS സെഗ്മെന്റിൽ സൗണ്ട് ഡിസൈനറും സൗണ്ട് മിക്സറുമായ വിഷ്ണു ഗോവിന്ദ്. ഡയലോഗ്, ഉം. സൗണ്ട് എഫക്ട്സ്, ഉം. മ്യൂസിക്, ഉം. ഇത്തരം കാര്യങ്ങളെ ഇതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മിക്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം സ്ക്രീനിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം. ലെറ്റ്സ് സേ അതൊരു ഡയലോഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വണ്ടി ആയിരിക്കാം. ആ മൂവ്മെൻറ്റ്സിനെ അതേപോലെ എക്സാക്ട്ലി സൗണ്ട് മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, സൗണ്ട് ഡിസൈനർ ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് ഒരു സീനിൽ വേണ്ടതെന്നുള്ളത്. ഇമോഷണലി ആണ് ഇതെല്ലാം ചെയ്യുന്നത്. വെറുതെ ഒരു വോളിയം കയറ്റിയിറക്കലല്ല, ഓരോന്നിനും ഓരോ നമ്മൾ ഫീൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പ്രേമത്തിൽ അത് ഭയങ്കരമായിട്ട് വർക്കായതാണ്. പ്രേമത്തിൽ എല്ലാവരും അത് സിംഗ് സൗണ്ട് ആണെന്ന് തന്നെ ഫീൽ ചെയ്താൽ. പക്ഷെ അതേപോലെ വേറൊരു പടത്തിൽ ചെയ്യാൻ പറ്റില്ല. പുറത്തൊക്കെ ഓസ്കാർ കൊടുക്കുന്ന, ഹോളിവുഡിലൊക്കെ ഓസ്കാർ കൊടുക്കുമ്പോൾ പ്രൊഡക്ഷൻ മിക്സറിനും പ്രൊഡക്ഷൻ സിംഗ് സൗണ്ട് ചെയ്ത ആൾക്കൂടെ ചേർത്തിട്ടാണ് ഓസ്കാർ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത നടന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ നാഷണൽ അവാർഡിൽ നിന്ന് അതെടുത്ത് മാറ്റി. ഇപ്പം നമ്മളിപ്പോൾ ഏത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും പടം കേൾക്കാതിരിക്കുന്നില്ല, പക്ഷെ കേൾക്കുന്നത് ഓൾട്ടേഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞൊരു സാധനമാണ്, ഡയലോഗ് മേളിൽ നിന്നും ബാക്കിൽ നിന്നും കേൾക്കുന്നു. അങ്ങനെയൊന്നും ആരും മിക്സ് ചെയ്ത് വിടുന്നില്ല. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സീറ്റും പോപ്കോണും AC അല്ല. അത് അവർക്ക് മനസ്സിലാവില്ല. അവർ വിചാരിക്കുന്നത് അതിലാണ് ഇരിക്കുന്നത് എന്നുള്ള. അതിലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് വിഷ്വലും സൗണ്ടും ബെറ്റർ ആയിട്ടുള്ള തിയേറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ BTS എന്ന് പറഞ്ഞ നമ്മുടെ സെഗ്മെന്റ് ആരംഭിക്കുന്ന തന്നെ ബിഹൈൻഡ് ദ സീൻസ്, ടെക്നീഷ്യൻസിന്റെ ഒരു വർക്ക് ലൈഫ് എങ്ങനെയായിരിക്കും, അവരെങ്ങനെയാണ് ഈ ക്രാഫ്റ്റ് മാസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ പറ്റുമെങ്കിൽ ടെക്നിക്കാലിറ്റിയും കൂടെ ആളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഒരു ഉദ്ദേശത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ലാൽ മീഡിയയിലാണ്. ഇപ്പോൾ DLS സ്റ്റുഡിയോയിലാണ്. ഇപ്പോൾ വിഷ്ണുചേട്ടൻ്റെ ഇപ്പോൾ തുടർച്ചയായിട്ടൊരു ഇപ്പോൾ തുടരും വരെ എടുക്കുവാണെങ്കിൽ തുടർച്ചയായിട്ട് ആലപ്പുഴ ജിംഖാന, മരണമാസം തുടരും, ഇങ്ങനെ കണ്ടിന്യൂസ് സൂക്ഷ്മദർശൻ തുടങ്ങിയത്. അഡിയോസ് അമീഗോ തൊട്ട് ഇങ്ങോട്ട്, അഡിയോസ് അമീഗോ, സൂക്ഷ്മദർശിനി, പ്രാവൻകുടി ഷാപ്പ്, പൈങ്കിളി, മരണമാസ്, ജിംഖാന, തുടരും. ഒറ്റ വർക്ക് ഫ്ലോ. ഇത് മൊത്തം ഇപ്പോൾ സൗണ്ട് ഡിസൈനിങ് വർക്ക് മൊത്തം ഇവിടെയാണോ നമ്മൾ ചെയ്യുന്നത്, അതോ മിക്സിംഗ് മാത്രം ലാൽ മീഡിയയിൽ ചെയ്തിട്ട് അങ്ങനെയാണോ? ഇവിടെ മിക്സിംഗ് ആണ് നടക്കുന്നത്. സൗണ്ട് മിക്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സൗണ്ട് ഡിസൈൻ എൻ്റെ പേഴ്സണൽ സ്റ്റുഡിയോ ഉണ്ട്, അവിടെയാണ് സൗണ്ട് ഡിസൈൻ നടക്കുന്നത്. ബേസിക്കലി ട്രാക്ക് ലേയിങ് എന്ന് പറയും. നമുക്ക് വീഡിയോ കിട്ടിയിട്ട് അതിലേക്ക് നമ്മൾ സൗണ്ട്സ് ലേ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് മിക്സിന് മുമ്പ് വരെയുള്ള പ്രോസസ്സ് നടക്കുന്നത് എൻ്റെ സ്റ്റുഡിയോയിലാണ്. സൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് നടക്കുന്നത്. ഇവിടെ അറ്റ്മോസ് മിക്സിംഗ് ആണ് നടക്കുന്നത്. ഈ ഇപ്പോൾ ഫിലിമോഗ്രഫി ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വിഷ്ണു ഗോവിന്ദ് നല്ല സൗണ്ട് ഡിസൈനറിൻ്റെ ഇപ്പം നമുക്കറിയാവുന്നത്, നേരം സിനിമയ്ക്ക് മുമ്പ് അൽഫോൺസ് പുത്രൻ നേരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അതിലൂടെ വരുന്നു. അതിനുശേഷം പിസയാണ് ആദ്യത്തെ ഡെബ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഇതിനൊക്കെ മുമ്പ് നമുക്ക് അറിയുന്നതിന് മുമ്പുള്ളൊരു ഒരു അക്കാഡമിക്കിലായാലും ഒരു തോട്ടൊക്കെ വരുമല്ലോ ഈ ക്രാഫ്റ്റില് കരിയർ ഓപ്ഷൻ ഡെവലപ്പ് ചെയ്യാൻ. എപ്പോഴായിരുന്നു ആ പോയിന്റ്, എവിടെയാ തുടങ്ങുന്നത്? അത് ബേസിക്കലി ഡിഗ്രി കഴിയുന്ന സമയത്ത്. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ആ സമയത്ത് MBA പോകണോ, MCA പോകണോ, അങ്ങനെ പല പല തോട്ടുകളുണ്ട്. കുറേ കോഴ്സൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എന്താണ് ശരിക്കും ആഗ്രഹം എന്ന് ആലോചിച്ചപ്പോൾ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മ്യൂസിക്കിൽ തന്നെ ഒരു ജോലി ആകുമ്പോൾ അത് ജോലിയായിട്ട് ഫീൽ ചെയ്യത്തില്ല എന്നൊരു തോട്ട് ഇങ്ങനെ മനസ്സിൽ വന്ന്. പക്ഷെ അപ്പം അറിയത്തില്ല എന്താ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സെമിനാർ വരുന്നത് കോളേജിൽ തന്നെ, ആഫ്റ്റർ ഡിഗ്രി എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട്, ഇത് 2003 ഡിഗ്രി പഠിച്ചത് SB കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജിൽ ഫിസിക്സ് മെയിൻ ആയിരുന്നു. അതിൻ്റെ ഓൾമോസ്റ്റ് കോഴ്സിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോഴാണ് ഈ സെമിനാർ നടക്കുന്നത്. അപ്പോൾ അതിനകത്താണ് ഇങ്ങനൊരു സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അപ്പം മ്യൂസിക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ അത് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ കോഴ്സ് എടുത്ത ആളിങ്ങനെ പറഞ്ഞപ്പോഴാണ് അതിങ്ങനെ സ്ട്രൈക്കായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും. അപ്പം ഇന്ത്യയിൽ ഏതൊക്കെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പൂന, അടയാർ, സത്യജിത് റായ്, ബാംഗ്ലൂർ, അങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പിന്നെ അതല്ലാതെ ആ സമയത്ത് ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറവാണ്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അടയാറിൽ കിട്ടി. അടയാറിൽ 3 വർഷത്തെ കോഴ്സായിരുന്നു. ആ സമയത്താണ് അൽഫോൺസ്, ശബരീഷ് ഇവരായിട്ടൊക്കെ
കണക്ട് ആവുന്ന, ഐ മീൻ പിന്നെ ത്രൂ അൽഫോൺസ് ആണ് കാർത്തിക് സുബ്രാജ്, നളൻ, മണികണ്ഠൻ അവരുമായിട്ടൊക്കെ. അപ്പോൾ അവരുടെ ഷോർട്ട് ഫിലിംസ് ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ കോഴ്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് നേരെ ജോലിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞാ ഇതുപോലെ AVM സ്റ്റുഡിയോസിൽ ഡബ്ബിങ് എഞ്ചിനീയർ ആയിട്ട് ഒരു വേക്കൻസി ഉണ്ടോ പോകുന്നു വെച്ചു. അപ്പം ഞാൻ ആക്ച്വലി കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് നിന്നിട്ട് പണി തുടങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വിത്തിൻ 1 മന്ത് ഇങ്ങനെ ഒരു കോൾ വരുന്നത്. അപ്പോൾ AVM എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഒരു ഐക്കോണിക്, അതെ അതെ, ആ കറങ്ങുന്ന ഗ്ലോബും പരിപാടിയൊക്കെ. അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു, ജോലിക്ക് കയറി. അപ്പോൾ അവിടെ അസിസ്റ്റന്റ് ഡബ്ബിങ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു കോഴ്സ് കഴിഞ്ഞിട്ട് വിത്തിൻ 1 മന്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ നടക്കുന്ന പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് രാവണൻ പിന്നെ സിംഗം, അപ്പോൾ മണിസാറിൻ്റെ പടങ്ങൾ, ഇപ്പുറത്ത് പറഞ്ഞ സൂര്യ, അങ്ങനെ വലിയ വലിയ ആക്ടേഴ്സ് ഇതൊക്കെ ആയിട്ട് ഒരു ഹൈപ്പിലായിരുന്നു തുടക്കം. അത് പക്ഷേ ഈ ഡബ്ബിങ്ങിൽ എനിക്ക് ഈ പറഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മിക്സും സൗണ്ട് ഡിസൈൻ സൗണ്ടിലേക്കാണ് താല്പര്യം. അപ്പൊ ഇതിന് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. നേരം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന് മുമ്പാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞിട്ട് ഈ ഡബിലേക്ക് തിരിയുന്നു. ഡബിൽ നിന്ന് ഇങ്ങനെ മാറണം എന്ന് പറയുന്ന നിൽക്കുന്ന സമയത്താണ് അൽഫോൺസ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, നിനക്ക് അതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തു തുടങ്ങി ചോദിച്ചിട്ട് ഉറപ്പായിട്ടും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് AVM ക്വിറ്റ് ചെയ്തിട്ട് ഈ ഷോർട്ട് ഫിലിംസിലേക്ക് ഇറങ്ങി. അതിന്റെ സൗണ്ട് ഡിസൈൻ അത് നാളെ കുണർന്ന് പറഞ്ഞിട്ട് ഒരു അപ്പം അതിൽ ഭയങ്കര രസമായിരുന്നു. അപ്പം കാർത്തിയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിട്ട് സിനിമ എടുക്കാനായിട്ട് വന്ന ഒരു ഗ്രൂപ്പിലോട്ടാണ് എത്തിപ്പെടുന്നത്. അപ്പം അതൊരു ഭയങ്കര ഗ്രോത്ത് പ്രോസസ്സായിരുന്നു ആ സമയത്ത്. ഞാൻ കുറച്ച് നാൾ ബേസിക്കലി മ്യൂസിക് ചെയ്യണം എന്നുള്ളൊരു, മ്യൂസിക് ഡയറക്ടർ ആവണം, AR റഹ്മാന്റെ സ്റ്റുഡിയോയിൽ കയറണം എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കമ്പോസിങ്, ഫ്രൂട്ടി ലൂപ്പിലും ന്യൂവിൻഡോയിലും ഒക്കെ ഇങ്ങനെ കമ്പോസിങ് പരിപാടികളൊക്കെ ശ്രമിച്ച് ഇങ്ങനെ 2-3 പാട്ടുകളൊക്കെ പാടിയിട്ടൊക്കെ, ഐ മീൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് ബെന്നീതയിൽ പാടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടൂല. സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, വിനീഷ് വിജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലേ മോഡലിംഗ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ ഗ്യാങ്ങിൽ. അവനിപ്പം ഒരുപാട് വലിയ പരിപാടിയിലൊക്കെ എത്തിയിട്ടുണ്ട്. സ്കൾപ്ചർ പരിപാടിയാണ്. അപ്പം അവനൊരു ക്ലേ അനിമേഷൻ മ്യൂസിക് വീഡിയോ എടുത്തിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഇതുപോലെ കമ്പോസ് ചെയ്ത് ബെന്നീതയിൽ പാടുകയൊക്കെ ചെയ്തിരുന്നു. അത് ഞാനും അനൂപ് നിരീച്ചെന്ന് പറഞ്ഞിട്ട് വേറൊരു നമ്മുടെ ഗ്യാങ്ങിലുള്ള മ്യൂസിക്കിലേക്ക് തിരിയാൻ നിന്ന, മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ സംശയം തോന്നി തുടങ്ങി, ഇത് ഞാൻ കമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. എനിക്ക് തോന്നി എനിക്ക് റഹ്മാൻ സാറിൻ്റെ പാട്ടുകളായിട്ടായിരുന്നു തോന്നുന്നു കൂടുതൽ സാദൃശ്യം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്ന് ആ സമയത്താണ് അൽഫോൺസ് നേരം ഷോർട്ട് ഫിലിമായിട്ട് വന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഫ്രഷായിട്ട് എന്നെ ഫീൽ ചെയ്യാൻ തോന്നി. അപ്പം എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, റിപ്പീറ്റഡ് ഒന്നും അല്ല, ഫ്രഷായിട്ട് ഐഡിയാസ് വരുന്നുണ്ട്, ഫ്ലോ ഉണ്ട്. ഒരു ഡിസൈനിലേക്ക് ചെയ്യുമ്പോൾ ഡയലോഗുകൾ അല്ലെങ്കിൽ എഫക്ട്സ്, മ്യൂസിക്, ഇതിനെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ബ്ലെൻഡ് ചെയ്യണം എന്നൊക്കെ ഒരു നാച്ചുറൽ ഫ്ലോ ഉള്ള പോലെ തോന്നിയിട്ട് അതിനോട് ഇൻട്രസ്റ്റ് കൂടുതലാണ് ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞ പോലെ തിരിച്ച് 2012 പിസയിൽ ഇൻഡിപെൻഡൻ്റ് ആയി ഫസ്റ്റ് പടം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സൗണ്ട് ഡിസൈനർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ഏതാണ്ട് 5-8 വർഷം കഴിഞ്ഞിട്ടാണ് സൗണ്ട് മിക്സിംഗിലേക്ക് കടന്നത് അല്ലെ? 2012 ഫസ്റ്റ് പടം പിടിച്ച സൗണ്ട് ഡിസൈനർ. അത് കഴിഞ്ഞിട്ട് 2017 പറവ. 5 വർഷത്തെ. അതെ. ഇനി ഒരു മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള ഒരു ആഗ്രഹം അതിലേക്ക് കടക്കാൻ കൂടെ നോക്കുന്നുണ്ടോ? ബേസിക്കലി എപ്പോഴും തോന്നും, ഓരോ ട്രാക്കുകൾ കേൾക്കുമ്പോഴും ഒക്കെ തോന്നും. ഇപ്പം മ്യൂസിക്കുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ മിക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഐ മീൻ അത് വരുന്നത് അതിൻ്റെ പ്രീ മിക്സ്, അതിൻ്റെ മിക്സൊക്കെയാണ്. കാര്യം മ്യൂസിക് ആണല്ലോ ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും, എക്സൈറ്റഡ് ആക്കും. അപ്പം ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ ഒരു പുതിയൊരു ഐ മീൻ ഒരു കീബോർഡ് എടുക്കാം, കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ചിലപ്പോൾ ഇങ്ങനെ തോന്നും. അപ്പോൾ ഓരോ പാട്ടുകൾ അല്ലെങ്കിൽ ഇപ്പം ജെയ്ക്സുമായിട്ടൊക്കെ ഇപ്പം ഞാൻ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഇഷ്ടം കൊണ്ട്, അത് അവർക്കും ഒരു ഈഗോയുടെ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ മച്ചാനെ ഇവിടെ ഒരു വോക്കൽ വന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പവർ കുറവുണ്ട്, കുറച്ച് റിതം ഒരു എക്സ്ട്രാ ലെയർ ആഡ് ചെയ്താലോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇമോഷൻ, ഇതെല്ലാം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആഗ്രഹമുണ്ട്. അത് അവർക്കത്
അത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കാറ്. അപ്പം എനിക്കിങ്ങനെ തോന്നും, ഇങ്ങനെ ചെറിയ ക്രിയേഷൻ സ്പാർക്ക് എവിടേക്കോ കിടക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് പിടിച്ചു നോക്കിയാലും. പിന്നെ ഇത് ബേസിക്കലി വലിയ പറഞ്ഞ പോലെ കടലാണല്ലോ, അപ്പോൾ അതിനെ അറിയണം. ബേസിക് നിർബന്ധമില്ല എന്ന് പലരും പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബ്ലോക്ക് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫ്ലോയ്ക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ബേസിക് മ്യൂസിക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം മ്യൂസിക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് താളം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സംഭവം പിച്ച് ഔട്ട് ആണെങ്കിലോ എന്തെങ്കിലും റോങ് ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് ടോട്ടൽ ക്രിയേഷൻ പറഞ്ഞൊന്നും നിർബന്ധമില്ലല്ലോ. നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അടുത്ത് തന്നെ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇൻഡിപെൻഡന്റ് ട്രാക്കുകളായിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഇടയ്ക്ക് തോന്നും. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്നതാണ് ഇപ്പോൾ എഡിറ്റായാലും സൗണ്ട് ഡിസൈൻ ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം. സാധാരണ ഇപ്പോൾ വിഷ്ണുചേട്ടൻ്റെ വർക്ക് ഫ്ലോയില് സൗണ്ട് ഡിസൈൻ എന്നുള്ള ഏരിയ മുഴുവൻ കഴിഞ്ഞ ശേഷമാണോ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള സ്റ്റേജിലേക്ക് കടക്കുന്നത്? അതോ ഇത് രണ്ടും പാരലി നടക്കുന്ന ഒരു പ്രോസസ് ആണോ? അതോ ഇത് ഐഡിയലി എങ്ങനെ ആയിരിക്കണം ശരിക്കും? ഓക്കെ, എൻ്റെ ഐഡിയലി എന്ന് പറഞ്ഞാൽ 2 പേർക്കും അല്ലെങ്കിൽ 3 പേർക്ക്, അതായത് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, സൗണ്ട് ഡിസൈനർ ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് ഒരു സീനിൽ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു സീൻ കൺസീവ് ചെയ്യുമ്പോൾ തൊട്ട് ഡയറക്ടർ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പോസ്റ്റിലായിരിക്കാം ഉണ്ടാവുക, എഡിറ്റിന് ശേഷമായിരിക്കും. എഡിറ്ററിന് ഉണ്ടാവണം കേട്ടോ, ബിക്കോസ് എഡിറ്റർ ആണല്ലോ ഒരു ഫ്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 4 പേരുടെ ഒരു ഒരുമിച്ചുള്ളൊരു തോട്ടാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ അതിനുശേഷം ഒരു ഐഡിയ ഉണ്ടാക്കണമെങ്കിൽ ഇത് പാരലി പോവാം. ബേസിക്കലി പാരലി തന്നെയാണ് പോകുന്നത്. അപ്പോൾ എഡിറ്റ് കഴിഞ്ഞിട്ട്, ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡബ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ട്രിം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് വീഡിയോ വരുന്നത്. സെയിം ടൈമിൽ തന്നെ ആയിരിക്കും മ്യൂസിക് ഡയറക്ടറിന് ചെല്ലുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടൈം വർക്ക് ഫ്ലോയുടെ ഒരു ടൈം ലിമിറ്റേഷനൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ മാക്സിമം ഞാൻ ആഗ്രഹിക്കുന്നതും മ്യൂസിക് ഡയറക്ടേഴ്സ് ആഗ്രഹിക്കുന്നതും എന്താണ് ഇവിടുത്തെ സൗണ്ട് ഡിസൈൻ എന്നറിയാന്നുള്ളത് അവരാഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഒരു സീനിൽ എല്ലായിടത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് മ്യൂസിക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ എല്ലാം കൂടെ കേൾപ്പിക്കാൻ പറ്റും, പക്ഷെ കേൾപ്പിച്ചാൽ പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടാവില്ല. ഇത് കൃത്യം കേൾക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടെങ്കിൽ മാത്രമേ ആ സീൻ എൻഹാൻസ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ആ ഇമോഷൻ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നത് പൊതുവെ ഇത് ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിൽ ഈ ഒരു ഐഡിയയിലേക്ക് എത്തും. അതായത് മിക്സിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില സിനിമകളിൽ മിക്സിലേ കിട്ടാറുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ആ സിനിമകളിൽ, ആ സീനുകളിലുണ്ടാവും. പിന്നെ ചില സിനിമകളിൽ സീനുകൾ തീരാത്ത കുറേ സീനുകളുടെയൊക്കെ സ്കോർ നമുക്ക് കിട്ടും. ചിലത് വീണ്ടും പണി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, കറക്ഷൻ ഉള്ള ഏരിയസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ ചിലപ്പോൾ ലേറ്റർ ഓൺ ആയിരിക്കും കിട്ടുന്നത്. ഇത് നേരത്തെ കിട്ടുമ്പോൾ ഉള്ള ഗുണം ഞാൻ ഈ പറയുന്ന പോലെയാണ്. ചിലപ്പോൾ എനിക്ക് ഇതെല്ലാം ടോട്ടലി ഫ്രീക്വൻസീസ് ആണല്ലോ. ഇപ്പോൾ മ്യൂസിക് ആണെന്ന് പറഞ്ഞാലും സൗണ്ട് ആണെന്ന് പറഞ്ഞാലും ഇതെല്ലാം സൗണ്ട് ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ക്ലാഷ് ആവും. ഒന്നിൻ്റെ മേളിൽ ഇത്രയും കേൾക്കുമ്പോൾ ക്ലാഷ് ആവും. ഈ ക്ലാഷ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് അവിടെ എന്നുള്ളൊരു ഡിസിഷൻ വേണ്ടത്, എന്താണ് കേൾപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ വേണ്ടത്. അത് കളക്റ്റീവായിട്ട് എടുക്കുന്ന ഡിസിഷൻ, സൗണ്ട് ഡിസൈനറും കൂടെ എടുക്കുന്ന ഡിസിഷനാണ്. അതാകും ഈ ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ മ്യൂസിക് ഡയറക്ടറിന് കംപ്ലീറ്റ് സ്റ്റീരിയോ ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും, ട്രാക്ക് കൊടുക്കും. അപ്പോൾ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. കാര്യം അവർക്ക് ആ ഒരു ലൈഫ് കിട്ടും പടത്തിന്. അതിൽ നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജെക്സ് പറഞ്ഞിട്ടുണ്ട്, ഗോപിച്ചേട്ടൻ അന്ന് കലിയൊക്കെ ചെയ്യുന്ന സമയത്ത് സുഷിൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവരൊക്കെ ചോദിക്കും, ഇപ്പോൾ വിഷ്ണു വിജയാണെങ്കിൽ ചോദിക്കും, അളിയ നീ എന്തെങ്കിലും പരിപാടി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തരണേ എന്ന് പറയും. അപ്പോൾ സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്പേസ് മനസ്സിലാക്കിയിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടല്ലോ അവിടെ. അല്ല മൊത്തം എൻ്റെ മ്യൂസിക് കേൾക്കണം എന്നുള്ളൊരു ഐഡിയ. ഇപ്പം എല്ലാവരും ആ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം അതായത് ഡിസൈൻ കഴിഞ്ഞിട്ട് ട്രാക്ക് കൊടുത്ത് അവരുടെ സ്കോർ വാങ്ങിച്ച് മിക്സിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നത്. പൊതുവേ ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഡയറക്ടേഴ്സിനെ കാണിച്ച് ഈ സ്റ്റീരിയോ മ്യൂസിക്കും വെച്ച് മൊത്തം സൗണ്ട് എഫക്ട്സും ഡിസൈനും ഡയലോഗും എല്ലാം ട്രീറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും നമ്മുടെ പടം വരുന്നതെന്നുള്ളൊരു പ്രിവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും മിക്സിലേക്ക് എത്തുക. അപ്പോൾ എന്ന് വെച്ചാൽ മിക്സ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് നമുക്ക് അധികം സമയം കിട്ടത്തില്ല. ഇപ്പോഴത്തെ മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു ടൈം ലൈൻ വെച്ചിട്ട് 10 ദിവസം 15 ദിവസം ചിലതിന് കിട്ടും കേട്ടോ. ചില സിനിമകൾ 20 ദിവസം 25 ദിവസം ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് മാക്സിമം ഈസി, മാക്സിമം
ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ നേരത്തെ ഈ പ്രോസസ്സ് കഴിയുന്നതുകൊണ്ടാണ്. ഈ മിക്സിങ്, അതായത് ഇപ്പോൾ റീ റെക്കോർഡിംഗ് മിക്സർ എന്നൊക്കെ പറഞ്ഞ ഉം. ലേബലാണ് കൊടുക്കുന്നത്. ഉം. മിക്സിങ്ങിൽ ശരിക്കും നടക്കുന്നത് ഇതിന്റെ ലെവൽസ് നമ്മുടെ ഐഡിയനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണോ? അത് ബേസിക് ആയിട്ട് മിക്സിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ലെവൽസ് എത്രത്തോളം വേണം എന്ന പ്രോസസ് ആണ് നടക്കുന്നത്. ഡയലോഗ്, ഉം. സൗണ്ട് എഫക്ട്സ്, ഉം. മ്യൂസിക്, ഉം. ഇത്തരം കാര്യങ്ങളെ ഇതിന്റെ ലെവൽ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മിക്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, മിക്സിംഗിൽ നടക്കുന്നത്. പക്ഷേ അതിന്റെ ഡീപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിൽ ഈ 3 ട്രാക്കുകളല്ല ഉള്ളത്. ഇപ്പൊ ഡയലോഗിൽ തന്നെ നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിന്റെയും ഡയലോഗുകൾ സെപ്പറേറ്റ് ആയിരിക്കും, ക്രൗഡ് സെപ്പറേറ്റ് ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് സൗണ്ട് അല്ല, അത് എഫക്ട്സിലേക്ക് വരുമ്പോഴാണ്. ക്രൗഡ് ഡബിൽ ക്രൗഡ് എടുക്കും, ക്രൗഡിന്റെ മർമറിങ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം സമരം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഫൈറ്റ്, ഇതൊക്കെ വരും. പിന്നെ എഫക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോളി ഉണ്ടാവും, ആംബിയൻസ് ഉണ്ടാവും, സൗണ്ട് എഫക്ട്സ് ഉണ്ടാവും, ഡിസൈൻ ലേയേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം സെപ്പറേറ്റ് ട്രാക്കുകളായിരിക്കും. പിന്നെ മ്യൂസിക്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. റിതം, ലീഡ്, ബാക്കിങ്, പാഡ്സ്, വോക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ട്രാക്കുകളുണ്ടാവും. പിന്നെ അതല്ലാതെ സോങ് ഉണ്ടാവും, സോങ്ങും സെപ്പറേറ്റ് ട്രാക്കുകളായിട്ടാണ് വരുന്നത്. ഇപ്പം ഇതിനകത്തെല്ലാം ലെവലിംഗ് നടക്കുന്നുണ്ട്. ലെവലിംഗ് മാത്രമല്ല, EQ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഈക്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. ചിലത് മഫിൾഡ് ആയിരിക്കും, ചിലതിൻ്റെ സബ്, അതായത് ബേസ് കൂട്ടേണ്ടതുണ്ടാവും. പിന്നെ ഇതെല്ലാം ഇപ്പം ഡയലോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡയലോഗുകൾ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവണം, ഈവൻ ആയിരിക്കണം. എന്നാൽ ഇതിനകത്തുള്ള ഡൈനാമിക്സ് പോകാൻ പാടില്ല. ഇപ്പം എന്ന് വെച്ചാൽ പതുക്കെ പറയുന്നതും ഉറക്കെ പറയുന്നതുമായിട്ടുള്ള ആ ഒരു ഫീല്, ഇതുണ്ടാവണം. അതിനെ ഫോം ചെയ്യിക്കുക. അതിനെ ഇപ്പം സ്റ്റുഡിയോ ഒന്ന് ഡബ് ചെയ്ത് വരുന്ന ഡ്രൈ വോക്കൽസ് ആയിരിക്കും. അപ്പോൾ അതിനെ ഞാൻ ചെയ്യുന്ന പ്രോസസ്സാട്ടോ പറയുന്നത്. ഞാൻ ചെയ്യുന്നത് മാത്രമല്ല, പൊതുവെ എല്ലാവരും അങ്ങനെ. ഇപ്പം അതിനകത്ത് പലർക്കും പലതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. അതായത് റിവേർബറേഷൻസ് ആഡ് ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ റൂമിനകത്തുള്ള ഇൻറ്റീരിയേഴ്സിനുള്ള എക്സ്റ്റീരിയറിലുള്ള ഡിലേസ് ആഡ് ചെയ്യുക, ആ പ്രോസസ്സ് ഉണ്ടാവും. പിന്നെ പാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇപ്പം ഇത് അറ്റ്മോസ് ആണല്ലോ. അപ്പം സൗണ്ട് എന്ന് പറയുന്നത് 360-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെയർ ചെയ്യുന്ന ട്രാക്കുകളിലെ പൊസിഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെ ഇപ്പം സ്ക്രീനിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം. ലെറ്റ്സ് സേ അതൊരു ഡയലോഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വണ്ടി ആയിരിക്കാം. ആ മൂവ്മെൻറ്റ്സിനെ അതേപോലെ എക്സാക്ട്ലി സൗണ്ട് മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. പിന്നെ പൊസിഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായിക്കോട്ടെ, ആംബിയൻസിലായിക്കോട്ടെ, ഇതിനെയൊക്കെ നമുക്ക് ഫ്രണ്ടിൽ വെക്കാം, ഓഡിറ്റോറിയത്തിൻ്റെ നടുക്കുന്ന് കേൾക്കുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ടോട്ടലി കേൾക്കുന്ന പോലെ വയ്ക്കാം, ബാക്കിൽ നിന്ന് കേൾക്കുന്ന പോലെ വയ്ക്കാം, ടോപ്പിൽ നിന്ന് കേൾക്കുന്ന പോലെ വയ്ക്കാം. പിന്നെ ഇതിനെ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. അപ്പം ഇതും മിക്സിൻ്റെ പാർട്ടായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം ഇതെല്ലാം കൂടെ വന്നിട്ട് ഇതിനെ മെയിനായിട്ട് പിന്നെ ഒരു റൈഡ് എന്ന് പറയും. അതായത് ഡയലോഗും എഫക്ട്സും മ്യൂസിക്കും വെച്ചിട്ടൊരു റൈഡ് ഉണ്ട്. ഇപ്പം ഇതിന് മുമ്പ് പറഞ്ഞതൊക്കെ പ്രീമിക്സ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഈ പ്രീമിക്സിലാണ് ഈ ട്രാക്ക് ടു ട്രാക്ക് നടക്കുന്ന ബാലൻസിങ് ഉണ്ടാവേണ്ടത്. ഈ പറയുന്ന പോലെ പാനിങ് പ്രോസസ്സ് പരിപാടികളൊക്കെ അതിലാണ്. പിന്നെ റിവേർബ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. ഇപ്പം മ്യൂസിക്കിലൊക്കെ റിവേർബ്സ് ആഡ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോളിൽ നിന്ന് കേൾക്കുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു അതിനെ കുറച്ചുകൂടെ വലിപ്പം കൂട്ടുന്ന പ്രോസസ്സ്, അതിനെ കുറച്ചുകൂടെ യൂഫോണിക് ആക്കുന്ന പ്രോസസ്സൊക്കെയാണ് ഈ റിവേർബ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഡ്രൈ ആയിട്ടുള്ള സാധനം, ഒരു ഗിറ്റാർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വോക്കലിന് നമ്മൾ റിവേർബ് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു സ്പേസ് ഉണ്ടാവും. ഇതൊക്കെ മിക്സിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ആണ് ഇതെല്ലാം ചെയ്യുന്നത്. വെറുതെ ഒരു വോളിയം കയറ്റിയിറക്കലല്ല, ഓരോന്നിനും ഓരോ നമ്മൾ ഫീൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇന്റൻഷനലി ആണ് ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഫൈനലി നമ്മൾ ഈ റൈഡ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഡയലോഗ്, മ്യൂസിക്, എഫക്ട്സ് വെച്ചിട്ട് ആ 3 ഇതിനെയും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണ് ഫൈനൽ മിക്സിൻ്റെ ഫൈനൽ റൈഡ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഫൈനൽ പ്രോസസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന അറ്റ്മോസിലേക്കുള്ള പ്ലേസ്മെൻറ്റും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഒരു ടോട്ടൽ സൗണ്ട് ട്രാക്കിന്റെ ഒരു ഫൈനൽ സ്റ്റേജ്. ഇതാണ് മിക്സിലേക്ക് എത്തുമ്പോൾ. മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു എഡിറ്റ്, ഇപ്പോൾ ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ടാണല്ലോ, ഇപ്പോൾ ഫസ്റ്റ് കട്ടും ഡബും കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ട്രാക്ക്, ഒരു ടൈം ലൈൻ കിട്ടുന്നത്. ഈ സൗണ്ട് ഡിസൈൻ നടക്കുന്ന പ്രോസസ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എഡിറ്റിൽ ഒരു റീ എഡിറ്റ് പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആണോ? കാരണം ടൈം ലൈൻ മൊത്തത്തിൽ പൊളിയാണ്, നമ്മുടെ ടൈം ലൈൻ മാറും. അതെ, അതൊരു വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യം. ഇത് ചെയ്യണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു നീഡായിരിക്കും ചിലപ്പോൾ ഒരു സിനിമയുടെ. അത് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നല്ല, മോസ്റ്റ്ലി അത് നന്നാവാറാണുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ചോദ്യം, ഈ ടൈം ലൈൻ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്നത് ഇപ്പം ചിലപ്പോൾ കൂടുതലും സംഭവിക്കുന്നത് നമ്മളെ ഒരു അൺഓർഗനൈസ്ഡ് ആണ് നമ്മുടെ ഒരു
ഇൻഡസ്ട്രിയിലെ മൊത്തം പ്രോസസ്സും വർക്ക് എല്ലാ പടങ്ങളും അല്ല ഞാൻ പറഞ്ഞത്. ചിലത് വളരെ കൃത്യമായിട്ടുള്ള വളരെ ഇതിൽ പോകും. ഇതാരും മനഃപൂർവ്വം ചെയ്യുന്നില്ല. ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരാൾക്ക് വരാൻ പറ്റാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മഴ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇത്രയും ഫണ്ട് ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. ഇതിൻ്റെ റിട്ടേൺ കിട്ടേണ്ടതിൻ്റെ ഒരു ഒരു സമയപരിധി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തർ ഇന്ന ദിവസം അത് റിലീസ് ചെയ്യണം, ചിലപ്പോൾ ഫെസ്റ്റിവൽസിന് റിലീസ് ചെയ്യണം എന്നൊക്കെ. കാര്യം അത്രയും ഇനിഷ്യല് കിട്ടും, സേഫ് ആകാമെന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഒരു റിലീസ് ഡേറ്റ് വെക്കുന്നത്. പക്ഷേ ഈ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ആവുകയും ചെയ്യും. അതിന് മുമ്പുള്ള പ്രോസസ്സുകളിൽ എല്ലാവരും കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഡബ്ബിങ്ങിൻ്റെ കേസ് പറഞ്ഞാൽ ഇന്ന് പറ്റത്തില്ല നാളെ എന്നുള്ളൊരു ഒരു ഓപ്ഷൻ അവിടെ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഈവൻ എഡിറ്റിൻ്റെ ടേബിളിൽ വന്നിട്ടാണെങ്കിൽ പോലും ഈ റിലീസ് ഡേറ്റ് വലിയ അഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ സൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ആണ്. അതും മിക്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി റിലീസിന് ഒരു 10 ദിവസം ഉണ്ടാവുള്ളൂ, ചിലപ്പം ഒരാഴ്ച ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 4 ദിവസം വരെ അങ്ങനെയൊക്കെ വരാറുണ്ട്. മാക്സിമം ഒരു 20 ദിവസം എന്നൊക്കെ തന്നെ വെച്ചു. അപ്പം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ എഡിറ്റും ഈ ഒരു വലിയ സെഷനാണ്, ഇത്രയും ട്രാക്കുകളുള്ള സെഷനാണ്. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യണം എന്ന് ഡയറക്ടർ പറയുമ്പോൾ എനിക്കതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പെയിനാണ്. കാര്യം എഡിറ്റ് ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. കാര്യം ശരിയാണ്, ആ ഒരു ചെറിയ ലാഗ് ഉണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഏരിയ ബ്യൂട്ടിഫുൾ ആവും. അപ്പോൾ എഡിറ്റ് നടക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ എഡിറ്റ് ഇപ്പോൾ ഒരു എഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ട്രാക്കിൽ വരുത്തുന്ന കട്ടാണ്. നമ്മുടെ ഒരു 800-1000 ട്രാക്കുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു കട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 50 കട്ട്, ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ കട്ടുകൾ നമ്മളെല്ലാം ചെയ്യുകയും വേണം. ഈ ട്രാക്കുകൾ വീഴുന്ന കട്ടുകളെ നമ്മൾ സ്മൂത്ത് ചെയ്യണം. ഈ സ്മൂത്ത് ചെയ്യാന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഫ്ലോ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മുമ്പ്, ഈ നമ്മൾ ഓരോന്നും ചെയ്യുന്നത്, ഓരോ റൈഡും ചെയ്യുന്നത് ഒരു അടുത്ത സീനിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻ അല്ലെങ്കിൽ ആ മ്യൂസിക്കിലുള്ള ഫ്ലോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ റൈഡും ചെയ്യുന്നത്. ഈ റൈഡ് ഒരു സ്ഥലത്ത് കട്ടായി ഈ സ്ഥലത്തും കട്ടായി ഇതിങ്ങനെ ജോയിൻ ആകുമ്പോൾ ഈ റൈഡും ഒരിക്കലും ഇപ്പോഴത്തെ ഇതുമായിട്ട് മാച്ച് ഉണ്ടാവില്ല, അത് ജമ്പായിരിക്കും. ഈ ജമ്പ് ഈ താഴോട്ടുള്ള എല്ലാ ട്രാക്കുകളും ഉണ്ടാവും. അപ്പോൾ ഇതിനെ പഴയ പോലെ ആക്കുക എന്നുള്ളതൊരു പ്രോസസ്സ് ഉണ്ട്. അതൊന്ന് മെൻ്റലി ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യം. നമ്മളൊന്ന് ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ഒരു 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 രൂപത്തിനെ അതിനെ പെട്ടെന്ന് പൊളിയുമ്പോഴത്തേക്കും അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷറും മുഴുവൻ. അപ്പോൾ അത് ഡയറക്ടേഴ്സ് എല്ലാവർക്കും മനസ്സിലാവും, എടാ അത് മനസ്സിലായി, പക്ഷെ എന്താ ഇപ്പം ചെയ്യുക എന്നുള്ളൊരു ചോദ്യത്തിൽ നിൽക്കും. അപ്പം നമ്മളത് കാര്യം ഇപ്പം എൻ്റെ ഇപ്പം നമുക്കിഷ്ടമുള്ള വെറുതെ ഒരു ജോലിയല്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ വിട്ടാൽ അങ്ങനെ വിടാൻ പറ്റത്തില്ല. നമ്മുടെയും കൂടെ പ്രൊഡക്റ്റാണ് നമ്മുടെ. അപ്പോൾ അതിനെ തിരിച്ചാക്കാനുള്ളൊരു സമയമില്ലാഴിക എന്ന് പറയുന്നത് ഭയങ്കര പണിയാണത്. അപ്പോൾ അതിനനുസരിച്ച് റിലീസ് ഡേറ്റ് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും ആ എഗെയിൻ എഡിറ്റിംഗ് പ്രോസസ്സിന് എന്തായാലും ഒരു ടൈം വേണമല്ലോ. ചിലപ്പോൾ ഒരു 1 hour ആയിരിക്കാം, ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരും, ചിലപ്പോൾ 2 ദിവസം വേണ്ടി വരും. പക്ഷേ ഈ 2 ദിവസം പിന്നെ എടുക്കാനില്ല. ആ പ്രഷർ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ മാക്സിമം നമ്മൾ നൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്തും അങ്ങനെയൊക്കെ ഇരുന്നിട്ട് അത് പഴയ പോലെ ആക്കിയെടുത്ത് അതിലേക്ക് ഭംഗിയിലേക്ക് എത്തിക്കും. ചില ഇതിൽ അത് പറ്റാഴിക പോയിട്ടുണ്ട് കേട്ടോ. തീരെ സമയമില്ലാത്ത അവസ്ഥയിൽ ഒരു ഫൈനൽ എഡിറ്റൊക്കെ ലാസ്റ്റ് ഒന്നുകൂടെ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്കും ചിലത് മനസ്സിലോടെ ഓക്കെ ഇത്രേ ഉള്ളൂ, പോയേ പറ്റൂ, ഔട്ട് ഇപ്പോൾ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിലീസ് നടക്കില്ല എന്നുള്ള അവസ്ഥയിൽ ചിലതൊക്കെ വിടേണ്ടി വന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഹോൾഡ് ചെയ്ത് ഇപ്പം എന്നെ കൊണ്ട് പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് കൊടുക്കുന്നതും ക്യൂബിലേക്ക് എത്തുന്നതും ക്യൂബിൽ നിന്ന് തിയേറ്ററിലേക്ക് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ക്യൂബുകാർക്ക് അവിടെ നിന്ന് ഒരു ടൈം ലൈൻ ഉണ്ട്, അവർക്ക് ഇത്രയും ഡെലിവറി ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ അവിടെ മാക്സിമം ഞാൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയും എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. അപ്പോൾ തരാൻ പറ്റുന്നൊരു മാക്സിമം സമയം നമ്മൾ മേടിച്ചെടുത്തിട്ട് അതിനെ മാക്സിമം ഭംഗിയാക്കിയിട്ട് വിടുക എന്നുള്ള. എഡിറ്റ് ചെയ്യണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സാധനം നിൽക്കുന്ന കാരണം ഞാൻ ആദ്യം ചെറിയൊരു റെസിസ്റ്റൻസ് വരും. പക്ഷേ ചില സിനിമകളിൽ അങ്ങനെ ഫ്ലോട്ടിങ് ഇതുള്ള സിനിമകളും ഉണ്ടാവാറുണ്ട്. റിലീസ് മാറ്റാം എന്നുള്ള അവസ്ഥകളും വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പക്ഷേ പണി തീർന്നിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ചിലപ്പോൾ അതൊരു ബേർഡൻ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, പടം നന്നായിട്ട് ഇറങ്ങട്ടെ എന്ന് തീരുമാനിച്ചിട്ട് റിലീസ് പുഷ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ സിങ്ക് സൗണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലാതെ അല്ലാതെ ചെയ്യുന്നതിന് ഒരു ടേം ഉണ്ടോ? സിങ്ക് അല്ലാതെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ADR ഡബിങ് ആണ്. ഇത് ഈ സിങ്ക് സൗണ്ടിന്റെ മൊത്തത്തില് ഇതിന്റെ ഒരു പോസിബിലിറ്റി ഇപ്പോൾ വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്, സിങ്ക് ചെയ്യുമ്പോഴാണ് പേഴ്സണലി കുറച്ചുകൂടെ താല്പര്യം സിങ്ക് സൗണ്ട് ചെയ്യുന്നതാണ്. സിങ്ക് ചെയ്യുന്നതിൽ ഇപ്പോൾ നമുക്ക് ഓൺ സെറ്റ് നമ്മൾ സിങ്ക് ചെയ്യുന്നതിന്റെ ഡിഫിക്കൽട്ടീസ് നമുക്കറിയാം. ഒരു ക്രൗഡ് ഉള്ളപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതല്ലാതെ ഇതിന്റെ മൊത്തത്തിലൊരു സിങ്ക് സൗണ്ട് എന്നതിന്റെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ചാലഞ്ച് സൗണ്ട് ഡിസൈനർ ആ രീതിയിൽ എങ്ങനെയാ പറയാൻ പറ്റുക സിങ്കിന്?
ആദ്യം അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇമോഷൻ 100% ഇമോഷണലി കറക്റ്റ് ആയിരിക്കും വിഷ്വലും സൗണ്ടും തമ്മിൽ. അതായത് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നു, അയാൾ പറയുന്ന ഡയലോഗും അത് തമ്മിൽ ലോക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇമോഷണലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ളത് സിംഗ് സൗണ്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. അത് ആ ഡയലോഗിൻ്റെ ഡൈനാമിക്സ് ആയിക്കോട്ടെ, ഇമോഷണൽ വേരിയേഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ സട്ടിലിറ്റി ആയിരിക്കാം ചിലപ്പോൾ ഭയങ്കര എക്സ്ട്രീംലി നാച്ചുറൽ റിയൽ എന്ന് പറയുന്ന അവസ്ഥ സിംഗ് സൗണ്ടിൽ തന്നെയാണ്. പിന്നെ ഡബ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ചില പടങ്ങൾ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പം പ്രേമത്തിൽ അത് ഭയങ്കരമായിട്ട് വർക്കായതാണ്. പ്രേമത്തിൽ എല്ലാവരും അത് സിംഗ് സൗണ്ട് ആണെന്ന് തന്നെ ഫീൽ ചെയ്താൽ, പക്ഷെ അതേപോലെ വേറൊരു പടത്തിൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ വേറൊരു പടത്തിൽ അതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ ഇതൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. സിംഗ് സൗണ്ട് പോലെ ആക്കണം എന്ന് പറഞ്ഞിട്ട് സിംഗ് സൗണ്ടിനെ അവോയ്ഡ് ചെയ്ത പടമല്ല പ്രേമം. പോസ്റ്റിൽ വന്ന് ഞാൻ അതിൻ്റെ ഡയലോഗ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ഫീൽ വന്നത് ഇങ്ങനെ റിവേർബ്സ് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ക്യാമറ പെർസ്പെക്റ്റീവ് ഇവിടെയാണ്. ഇപ്പോൾ ആ ക്യാൻറ്റീൻ സീനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ സാറ് ജോർജ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സീൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസിലുള്ളതിന് ആ ഡിസ്റ്റൻസിൽ നിന്ന് എങ്ങനെയാണോ കേൾക്കുന്നത് അതിൽ കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ എല്ലാ പടത്തിലും അങ്ങനെ വർക്കാവൂല. അപ്പോൾ സിംഗിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. റിയൽ ആയിരിക്കും, ഫീൽ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ചലഞ്ചസ് ഈ പറയുന്ന പോലെ എല്ലാ പടത്തിലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഔട്ട്ഡോർ ഉള്ള സമയത്ത് ഈ പറയുന്ന നോയ്സ്, അപ്പോൾ അതിനൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വരുന്നുണ്ട്, ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും അതൊരു ചലഞ്ചാണ്. അതിനെ ക്ലീൻ ചെയ്തെടുക്കുക, അതിനുള്ള സമയം. പിന്നെ ഈ ലാംഗ്വേജ്, ഇപ്പം നമ്മൾ ഈ ആക്ടേഴ്സ് ചിലപ്പം വേറെ ലാംഗ്വേജ് മലയാളം സംസാരിക്കാൻ അറിയാത്ത ആക്ടേഴ്സ് വരും. അപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും അവർക്ക് വേറെ ഡബ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നോയ്സ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ചിലത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, ആരെങ്കിലും അവിടെ നിന്ന് ചിലപ്പോൾ ഒരു തുമ്മുന്ന സൗണ്ട് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ചിലപ്പോൾ ടേക്ക് ഓക്കെ ആയിരിക്കും, പെർഫോമൻസ് ഓക്കെ ആയിരിക്കും, സൗണ്ടിൽ ഡിസ്റ്റർബൻസ് കിടക്കും. അപ്പോൾ അതൊരു റീടേക്കിനുള്ള പോസിബിലിറ്റി എല്ലാ ഡയറക്ടേഴ്സും അത് തരണം എന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ആക്ടേഴ്സും അത് തരണം എന്നില്ല. ചിലപ്പോൾ ടൈം പ്രശ്നം ഉണ്ടാകും. കാര്യം ഇന്നിപ്പോൾ ഓരോ ദിവസം സിംഗ് സൗണ്ടിന് കുറച്ച് ടൈം സ്പേസ് കാണണം, ബഡ്ജറ്റിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെയാണ് ശരിക്കും എനിക്കറിയാവുന്ന സിംഗ് സൗണ്ടിലെ ചലഞ്ചസ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സിംഗ് സൗണ്ടിൽ ഇപ്പോൾ ഒരാൾ ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്ന ഡയലോഗ്സ് മാത്രമല്ലല്ലോ, ഈ അറ്റ്മോസ്ഫിയറിക് സൗണ്ടും നമ്മളിപ്പോ ഫോളി ചെയ്യുന്ന ബാക്കി ലേയേഴ്സ് ഒക്കെ കയറി വരുമല്ലോ സിംഗിൽ. നമ്മൾ ലേയേഴ്സ് ആഡ് ചെയ്യും. അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ ചിലർ അത് ഫോക്കസ് ചെയ്യാറുണ്ട്, ചിലർ മോസ്റ്റ്ലി ഡയലോഗിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാര്യം അതെ ആഡ് ചെയ്യുന്ന ചില ഇപ്പൊ ഡയലോഗിന്റെ കൂടെ കയറി വരുന്ന ഫോളി നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് മൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ ആഡ് ഓൺ ആയിട്ട് ഫോളി ലെയർ ചെയ്യും. ആംബിയൻ സൗണ്ട്സ് ഒക്കെ നമ്മൾ പിന്നെ ലെയർ ചെയ്തെടുക്കുക ചെയ്യും. അവിടെ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യും. മേ ബി ആഫ്റ്റർ ദ ടേക്ക് ആംബിയൻസ് കളക്ട് ചെയ്യുന്നവരുണ്ട്. കാര്യം ടേക്കിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്നിട്ട്. കാര്യം ആ സമയത്ത് കംപ്ലീറ്റ് സൈലൻസ് വിളിച്ചിട്ട് വേണമല്ലോ ഈ. അപ്പം അത് ചെയ്യുന്നതിനേക്കാൾ കാര്യം അത്രയും സമയം കിട്ടുന്നുണ്ടാവില്ല. ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് കൂടുതലും എനിക്ക് പരിചയമുള്ള സിംഗ് സൗണ്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സായിട്ടും പിന്നെ എനിക്ക് വന്നിരിക്കുന്ന പടത്തിലെ ട്രാക്കുകളിലാണെങ്കിലും ആംബിയൻസ് ഒന്നും ഉണ്ടാവില്ല. ആംബിയൻസ് ചിലപ്പോൾ അവരൊരു മൈക്ക് വെച്ചിട്ടുണ്ടാവും കാര്യം നോയ്സ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ബാക്കി എഫക്ട്സുകളൊക്കെ നമ്മൾ വീണ്ടും ചെയ്ത് തന്നെ എടുക്കുകയാണ്. ഡയലോഗിൽ ആയിരിക്കും ഫോക്കസ് സിംഗ് സൗണ്ടിൽ ചെയ്യുന്നതിൽ ഡയലോഗ് ആയിരിക്കും. ഫോളി അതിൻ്റെ കൂടെ വരുന്ന ഫോളീസും യൂസ് ചെയ്യും. ബാക്കി ഒരു ഡബിങ് പടത്തിൽ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സൗണ്ട്, ബാക്കി സൗണ്ട് ഡിസൈൻ പ്രോസസ് എല്ലാം വേറെ തന്നെ വീണ്ടും ചെയ്തെടുക്കാനാണ് ചെയ്യുന്നത്. സിംഗ് ചെയ്യുമ്പോൾ സിംഗ് സൗണ്ട് റെക്കോർഡിസ്റ്റ് ഓൺ സെറ്റ് ഉണ്ടാവും. ഇപ്പോൾ സൗണ്ട് ഡിസൈനറും കൂടെ ഓൺ സെറ്റ് പോകേണ്ട അവസ്ഥ ഇല്ല. അത് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മൊത്തം അവരുടെ ഏരിയ അവർ തന്നെയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു മിക്സറാണ് ശരിക്കും, പ്രൊഡക്ഷൻ മിക്സർ എന്ന് പറയും. അവരുടെ കയ്യിലാണ് അത് കംപ്ലീറ്റ്ലി. അതിന്റെ ഫുൾ ക്രെഡിറ്റും ഒരു സിംഗ് സൗണ്ട് റെക്കോർഡിസ്റ്റിന് തന്നെയുള്ളതാണ്. കാര്യം ഏത് മൈക്ക് ഏത് സ്ഥലത്ത് യൂസ് ചെയ്യണം, പിന്നെ ഒരു കമാൻഡിങ് പവർ ഉണ്ട്. ഇവരൊക്കെ ഒന്ന് സൈലൻസ് ആക്കുക എന്നുള്ളൊരു സാധനം. പിന്നെ അതെ. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ എല്ലാം സെപ്പറേറ്റ് ട്രാക്കുകളായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതിന് അവിടെ വെച്ച് തന്നെ ഒരു മിക്സിംഗ് പ്രോസസ്സ് നടക്കും, ഒരു ലെവലിംഗ് പ്രോസസ്സ് നടക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ ക്വാളിറ്റിയാണ് കേട്ടോ. അവിടേക്കാണ് ഓരോ സിംഗ് സൗണ്ട് എഞ്ചിനീയേഴ്സും അവരുടെ യൂണിക്നെസ് ഉണ്ടാവുന്നത്. ഇപ്പം
ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പുറത്തൊക്കെ ഓസ്കാർ കൊടുക്കുന്ന, ഐ മീൻ ഹോളിവുഡിലൊക്കെ ഓസ്കാർ കൊടുക്കുമ്പോൾ പ്രൊഡക്ഷൻ മിക്സറിനും പ്രൊഡക്ഷൻ സിങ് സൗണ്ട് ചെയ്ത ആൾ കൂടെ ചേർത്തിട്ടാണ് ഓസ്കാർ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത നടന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ നാഷണൽ അവാർഡിൽ നിന്ന് അതെടുത്ത് മാറ്റി സൗണ്ട് ഡിസൈനർ മാത്രമാക്കി. അതിപ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായി. അത് നമ്മൾ അറിയിക്കുകയൊക്കെ ചെയ്തു മിനിസ്ട്രി, പക്ഷേ ഒന്നും നടന്നില്ല. ഒരു സൗണ്ട് ഡിസൈനർ മാത്രമല്ല ഒരു സിനിമയിൽ. ഇപ്പോൾ ഒരു സിംഗ് സൗണ്ട് പടമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് കിട്ടുന്ന ആ ഡയലോഗിലാണ് മൊത്തം പടത്തിൻ്റെയും ഇമോഷനും എല്ലാം ഇരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ സാധനം ഇരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ സൗണ്ട് ഡിസൈനറും പിന്നീട് ഈ ഞാൻ പറഞ്ഞില്ല ആ മിക്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടാവുന്നത്. അവിടെ ഒരു സൗണ്ട് ഡിസൈനർ മാത്രമല്ല, പക്ഷേ പുറത്ത് ഇപ്പം അവർ ആദ്യം ഇതിനെല്ലാം സെപ്പറേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം അവർ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ആക്കി. ഈ സൗണ്ടിൽ പ്രൊഡക്ഷൻ മിക്സറും ഉണ്ട്, സൗണ്ട് ഡിസൈനറും ഉണ്ട്, സൗണ്ട് മിക്സ് എഞ്ചിനീയറും ഉണ്ട്. നമ്മൾ ഇവിടെ നാഷണൽ അവാർഡിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 അവാർഡായിരുന്നത് മാറ്റി ഒറ്റ അവാർഡായി. പക്ഷേ ഡിസൈനർ മാത്രമാണ്. ഡിസൈനർ ഇപ്പം ഞാൻ ആസ് എ ഡിസൈനർ എങ്ങനെ ഒരു പടത്തിന് ഇൻവോൾവ് ആവുമെന്ന് വെച്ചാൽ ഞാൻ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പം എല്ലായിടത്തും ഇപ്പം അതിൻ്റെ സിംഗ് സൗണ്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം അവിടെ പോകണമെന്ന് ചോദിച്ചില്ലേ, അതുണ്ടാവില്ല. പക്ഷെ ആര് വേണം എന്നുള്ളതും എങ്ങനെ വേണം എന്നുള്ളതും എങ്ങനെയൊക്കെ വേണം എന്നുള്ളതും എനിക്ക് സജസ്റ്റ് ചെയ്യാം. എൻ്റെ ആവശ്യപ്രകാരമാണത് വേണ്ടത്. അപ്പോൾ അവിടെ അയാളുടെ അത് ചെയ്യുന്ന ആളുടെ ക്രിയേറ്റിവിറ്റി അയാളുടെ എക്സ്പീരിയൻസിനെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയും. പിന്നീട് ഇത് ക്ലീനിങ് എന്ന് പറഞ്ഞ പ്രോസസ്, അതിൽ എത്ര ക്ലീൻ ആവണം, എത്രത്തോളം റോ ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ തീരുമാനം കൂടെയാണ്. പക്ഷേ ആ പ്രോസസ്സ് ചെയ്യുന്ന മുഴുവൻ ആ വ്യക്തിയാണ്. പിന്നീട് ഞാൻ എൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസൈനും മിക്സും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഈ പറയുന്ന പോലെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഓക്കെ ഡിസൈനറാണ് വലുതെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയല്ല. ഇപ്പോൾ ഡിസൈനും മിക്സും കൂടെ ചെയ്യുന്ന ഒരുപാട് പേരില്ല. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ആസ് എ ഡിസൈനർ ഞാൻ മിക്സ് തുടങ്ങുന്നതിന് മുമ്പ് മിക്സ് ചെയ്ത് ഇന്ന് എഞ്ചിനീയറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ് എല്ലാം വാലിഡാണ് അവിടെ. അതിനെല്ലാം വാല്യുബിൾ ആണ്. അതിനൊരു അവാർഡ് ഒരു സൗണ്ട് ട്രാക്കിന് കൊടുക്കുമ്പോൾ അയാൾ മസ്റ്റായിട്ടുണ്ടാവണം. ഇപ്പോഴത്തെ ഈ ഒരു ഡിസിഷനിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നുമില്ല, ഡിസൈനർ മാത്രമാണ്. അത് ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. നമ്മൾ എല്ലാവരും ലെറ്റേഴ്സൊക്കെ സൈൻ ചെയ്തൊക്കെ കൊടുത്തു, പക്ഷെ ഒന്നും ഒരു വലിയ ക്രാഫ്റ്റിനെ അവഗണിക്കുന്ന ഒരു പരിപാടിയാണ്, ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഒരു ക്രാഫ്റ്റ്മാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പെയിൻ ആണല്ലോ ഈ നമ്മൾ വർക്ക് ചെയ്ത ഔട്ട്പുട്ട് അതിൻ്റെ ഒരു എൻഹാൻസ്ഡ് ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഏറ്റവും കൂടുതൽ പെയിൻ. അപ്പോൾ ഈ നമ്മുടെ തിയേറ്റേഴ്സിൻ്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും ടെക്നീഷ്യൻസിൻ്റെ ഏറ്റവും വലിയ കൺസേൺ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ എറണാകുളം എടുക്കുകയാണെങ്കിൽ തന്നെ എറണാകുളത്തെ തിയേറ്റേഴ്സിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ഒരു 60% പോലും കിട്ടുന്നില്ല എന്നൊരു അവസ്ഥ വരുന്നുണ്ട്. തിയേറ്റേഴ്സിനെ എങ്ങനെ റേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? തിയേറ്റേഴ്സിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ശരിക്കും സൗണ്ടിൽ? തിയേറ്റേഴ്സിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എറണാകുളം മാത്രമല്ല കേട്ടോ, എൻ്റെ അറിവിൽ ലോകത്തെല്ലായിടത്തും ഈ പറയുന്ന പോലെ ഇതുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, എറേഴ്സ് നടക്കുന്നുണ്ട് തിയേറ്റേഴ്സിൽ. അതൊരു വലിയ എററൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഏത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും പടം കേൾക്കാതിരിക്കുന്നില്ല, പക്ഷെ കേൾക്കുന്നത് ഓൾട്ടേഡ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ് ഇവിടുന്ന് ഇന്നതാണ് കേൾക്കേണ്ടതെന്ന് ഉദ്ദേശിച്ചിട്ടാണല്ലോ, അത് ലോക്കിംഗ് ആണല്ലോ ഇവിടെ നടക്കുന്നത്. ഇതിങ്ങനെ വേണം, ഈ ലെവലിൽ ഇത് കേൾക്കണം എന്നുള്ളതാണല്ലോ ഇവിടെ എടുക്കുന്ന പണി. ഈ ലെവലിലല്ല കേൾക്കുന്നത്. ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. ഇത് ടോട്ടൽ വോളിയത്തിൻ്റെ കേസാണ് പറയുന്നത്. അതല്ലാതെ ഈ സ്പീക്കേഴ്സ്, ഈ ചുറ്റുമിരിക്കുന്ന സ്പീക്കേഴ്സ് എല്ലാം തമ്മിൽ ഒരു എന്താ പറയുന്നത്, ഒരു അലൈൻമെന്റ് ഉണ്ടാവണം. അലൈൻമെന്റ് ഇൻ സെൻസ് ഇന്ന സ്പീക്കറിലൂടെ ഇന്ന ലെവലിലായിരിക്കണം വരേണ്ടത് എന്നുള്ളത്. ഇതെല്ലാം സെപ്പറേറ്റ് ചാനൽസ് ആയതുകൊണ്ട് അതിനെ കാലിബ്രേറ്റ് ചെയ്യാന്ന് പറയും. അതൊരു പ്രോസസ്സാണ്. ഇവിടെ ചെയ്യുന്നതും അതേപോലെ തന്നെ ആയിരിക്കണം തിയേറ്ററിലും അത് ചെയ്തിരിക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണോ കേൾക്കേണ്ടത് അതേപോലെ ആയിരിക്കണം. ഇവിടെ സറൗണ്ട് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഏത് ലെവലിലാണോ വെച്ചിരിക്കുന്നത് അത് തന്നെ ആയിരിക്കണം തിയേറ്റേഴ്സിലും. ഇവിടെ എങ്ങനെയാണോ നമ്മൾ ആ പടം കേൾക്കുന്നത്, കേൾക്കുക എന്നുള്ളതല്ല, അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാനെപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഇത് കേൾക്കലല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇമോഷനാണ് ഈ സ്പീക്കേഴ്സിന് അതുകൂടെ വരുന്നത്. അത് വെറുതെ കേൾവിയിൽ മാത്രം നിൽക്കില്ല, അത് ഉള്ളിലോട്ട് ഇറങ്ങണം. അതിൻ്റെതായിട്ടുള്ള അളവ് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഇവിടെ ചെയ്ത് പ്രൊഡ്യൂസർ ഹാപ്പിയായി, ഐ മീൻ ഡയറക്ടർ ഹാപ്പിയായി, മ്യൂസിക് ഡയറക്ടർ ഹാപ്പിയായി, പ്രൊഡ്യൂസർ ഹാപ്പിയായി, ഇരിക്കുന്ന ടീം മുഴുവൻ മേ ബി ADs ഉണ്ടാവും, ചിലപ്പോൾ ഒരു പ്രിവ്യൂ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് നല്ല കറക്റ്റാണ് എന്നുള്ള അവസ്ഥയിൽ വിടുന്ന സംഭവം അതേപോലെ തന്നെയാണ് ഓഡിയൻസിലേക്ക് എത്തേണ്ടത്. അത് എത്തുന്നില്ല. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത്
ആരും ഇത് മനഃപൂർവ്വം ചെയ്യുന്ന പ്രോസസ്സല്ല. ഇത് ഇങ്ങനെ കേൾപ്പിച്ചാൽ മതി എന്ന് വെച്ചില്ല. ഞാൻ ഒരുപാട് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്റർ ഓണേഴ്സായിട്ട് സംസാരിക്കാറുണ്ട്. അവരെല്ലാം റിയലൈസ് ചെയ്യാതിരിക്കുന്ന ഒരു ലെയർ കിടക്കുന്നുണ്ട് ഇതിനകത്ത്. അവർ വിചാരിക്കുന്ന അവരുടെ തിയേറ്ററിൽ നന്നായിട്ടാണ് കേൾക്കുന്നത്, കറക്റ്റ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതല്ല എന്ന് നമ്മൾ ഒഫെൻസീവായിട്ട് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതല്ല എന്ന ഒരു അറിവ് ഇവർക്കില്ല. ഇവർ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഏൽപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ കാലിബ്രേഷൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്. അവരും അവർക്കറിയാവുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതിന് ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ഒരു സമയമാണുള്ളത്. അപ്പം ഇവിടെ എങ്ങനെയാണോ ആ കാലിബ്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്, അതേ എക്സാക്ട് രീതിയിൽ തിയേറ്റേഴ്സിൽ ചെയ്യണം. അത് ചെയ്യാൻ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഓണേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ എൻ്റെ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പ്രേക്ഷകൻ സൗണ്ട് നന്നായിട്ട് പറയണം എന്ന് ആഗ്രഹിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഈ പറയുന്ന അറിവില്ലായ്മ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത് മേ ബി കാലിബ്രേറ്റ് ചെയ്ത ഒരാളുടെ അറിവില്ലായ്മ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്ഷനിലിരിക്കുന്ന അവരൊരു മെയിൻ ഫാക്ടറാണ്, അത് കീ ഫാക്ടറാണ്. കാര്യം അവരുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. ഒരു ഓപ്പറേറ്റർ ഒരിക്കലും ഒരു ടെക്നീഷ്യൻ ആണ് അല്ലല്ലോ. ഓപ്പറേഷൻ ഒരു ടെക്നീഷ്യൻ തന്നെയാണ്, ആയിരിക്കണം. എന്ത് കറക്റ്റീവ് മെഷർ ആണ് ഇപ്പൊ ഒരു ഓപ്പറേറ്റർ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ കാലിബ്രേഷൻ ചെക്ക് ചെയ്യലാണോ മെയിൻ ആയിട്ടുള്ള? അത് ഉറപ്പായിട്ടും ഒരു പടം പ്ലേ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാ സ്പീക്കേഴ്സും കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഈ റീസെന്റ് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞൊരു സാധനമാണ്, ഡയലോഗ് മേളിൽ നിന്നും ബാക്കിൽ നിന്നും കേൾക്കുന്നു. അങ്ങനൊന്നും ആരും മിക്സ് ചെയ്ത് വിടുന്നില്ല. ചില പർട്ടിക്കുലർ ഡയലോഗ്സ് ഇപ്പോൾ ഒരു ക്യാരക്ടർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൂവ് ചെയ്യും. ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഷോട്ട് ഇപ്പം നമ്മൾ ഈ ഇന്റർകട്ട് ചെയ്യുമല്ലോ, സജഷൻ ഷോട്ടിൽ ചിലപ്പോൾ ബാക്കിലേക്ക് പാൻ ചെയ്യുന്നല്ലാതെ ടോട്ടൽ പടത്തിന്റെ ഡയലോഗ് സറൗണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വരില്ല. ഇപ്പൊ ഏതൊക്കെയോ തിയേറ്ററിൽ അങ്ങനെ കേട്ടു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അൾട്ടിമേറ്റ് എററാണ്. അപ്പൊ അതുപോലും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ തുടരുമിന്റെ ഫസ്റ്റ് ഡേ ഞാൻ PVR പോയി ഇത് കണ്ടപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ ഉള്ള സ്പീക്കറിന്റെ 2 കമ്പോണൻസ്, അതായത് മിഡും വൂഫറും ഉണ്ട്. ഇത് രണ്ടും കട്ടാണ്. ഇപ്പൊ ലെഫ്റ്റിലേക്ക് ഡയലോഗ് പാൻ ചെയ്യുമ്പോൾ ടെലിഫോണിക് ആയിട്ട് കേൾക്കും. അപ്പൊ ഇത് അവിടുത്തെ കാര്യം. അത് പറയുമ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളൊരു അപ്രോച്ച് അല്ലാതെ അവർ കാണിക്കുന്ന അതിനെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെക്കാട്ടി അറിവുള്ളവരായിട്ട് അവർ പറയുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് അവിടെ ഒരു ജയിക്കാനുള്ള ശ്രമമല്ല, നമുക്ക് ഓഡിയൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേൾക്കുക എന്നുള്ളത്. അത് ഉറപ്പായിട്ടും അതൊരു എന്താ പറയുക, നമ്മുടെ ഇമോഷണൽ പെയിനാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ റീസെൻ്റ്ലി എനിക്കൊരു കോൾ വന്നു, ഫസൽ എന്ന് പറഞ്ഞു, ഫസൽ മിക്സിംഗ് എഞ്ചിനീയറിൻ്റെ കോൾ വന്നു. എടാ തുടരും കാണാൻ ഞാൻ ഇവിടെ സിനിപോൾസിൽ കയറി, അവിടെ റൈറ്റ് സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇതാ അവിടെ ഇരിക്കുന്നവർക്ക് ഇത് അറിയുന്നില്ല. അപ്പോൾ ഫസൽ അത്രയും നോളജുള്ള ആളായതുകൊണ്ട് ഫസലിനെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഫസൽ ഇത് അവിടെ പോയി പറഞ്ഞപ്പോൾ അവർ തിരിച്ച് തർക്കിക്കുകയാണ്. അപ്പം നമ്മളിത് അവിടെ ഒരു ഇതല്ല, ഞാൻ വലിയവൻ എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു എറർ നടക്കുന്നുണ്ടെന്നുള്ളത് ബോധിപ്പിക്കുകയാണ്. അവർക്കാണ് അതുകൊണ്ട് നല്ലതുണ്ടാവുക. കാര്യം ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സീറ്റും പോപ്കോണും AC അല്ല. അത് അവർക്ക് മനസ്സിലാവില്ല. അവർ വിചാരിക്കുന്നത് അതിലാണ് ഇരിക്കുന്നത് എന്നുള്ള. അതിലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് വിഷ്വലും സൗണ്ടും ബെറ്റർ ആയിട്ടുള്ള തിയേറ്റർ ആയിരിക്കും നാച്ചുറലി ചൂസ് ചെയ്യുന്ന ആൾക്കാർ. അതാണ് അതിൻ്റെ സത്യം. ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇവരുടെ അടുത്തൊരു നമ്മളൊരു എറർ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ തിരിച്ച് നമ്മുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് അത് ഇല്ലയെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അതല്ലാത്ത ഒരുപാട് തിയേറ്റേഴ്സ് ഓണേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്, നമുക്ക് സിനിമ ഓഡിയോഗ്രാഫേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മളിത് ആക്റ്റീവായിട്ട് ഈ ഒരു പ്രശ്നം നമ്മൾ ഇത് പറയുമ്പോൾ പലരും പറയുന്നത് ഇത് എല്ലായിടത്തും ഇങ്ങനെയാണ് എന്നുള്ളതാണ് തിരിച്ചു കിട്ടുന്ന ഉത്തരം. ചെന്നൈയിലായിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇതിനു വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ ശ്രമമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ബിഗിൻ സ്റ്റേജിൽ തന്നെ അങ്ങ് ഉഴപ്പി പോവുക. കാര്യം ഇത് എങ്ങനെ കേട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ എങ്ങനെ കേട്ടാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ റൺ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നിട്ട് എന്തിനാന്നുള്ളൊരു തോട്ട് വരും. ഒരു തിയേറ്ററിന്റെ ഒരു സാധനം വെച്ചാൽ നമ്മൾ ഇത്ര ഇരുട്ടാക്കി എല്ലാത്തിനെയും കട്ട് ചെയ്ത് നിർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് ലെവലിൽ നിൽക്കുന്ന ഒരു മാജിക് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഈ പറയുന്ന ചെറിയ ചെറിയ ഫാക്ടേഴ്സ് മാറുന്നതനുസരിച്ച് അത് മിസ്സാവുന്നുണ്ട്. അത് കിട്ടുന്ന തിയേറ്റേഴ്സിൽ, ബെറ്റർ ആയിരിക്കുന്ന തിയേറ്റേഴ്സിൽ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സൗണ്ട് അടിപൊളി, അവിടെ കണ്ടാൽ മതി ഈ പടം എന്ന് പറയും. ഇപ്പം എറണാകുളത്ത് തന്നെ അങ്ങനെയുള്ള കുറച്ച് സ്ക്രീനുകളുണ്ട്. പക്ഷേ അവിടെയും കറക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കറക്റ്റ് അല്ല, എക്സാക്റ്റ് അല്ല. എക്സാക്റ്റ് ആകുക എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യണം.
അതിന് വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അത് വില്ലിങ് അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രൊജക്ഷനിസ്റ്റിന്റെ കയ്യിലാണിതെന്ന് പറയാൻ കാരണം പുള്ളിയുടെ കയ്യിൽ ഇതിന്റെ എല്ലാം നോബ്സ് ഉണ്ട്. ഈ എല്ലാ ചാനലുകളിലും ഓരോ ആംപ്ലിഫയേഴ്സ് വഴിയാണ് കണക്ട് ആയിരിക്കുന്നത്. അതിനെല്ലാം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത് അവരുടെ നോളജ് വെച്ചിട്ട് അവര് കുറച്ച് കൂട്ടും, ചിലപ്പോൾ കുറച്ച് കുറയ്ക്കും. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയും, തിയേറ്ററിക്കൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ ഒരു പരിധിക്ക് മുകളിൽ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇപ്പം ഞാൻ ഉൾപ്പെടുന്നു, ഇപ്പം ഞാനൊരു മിക്സ് എഞ്ചിനീയറാണ്, വേറൊരു മിക്സ് എഞ്ചിനീയർ. ഇപ്പം ഞങ്ങളും പല പല ലെവലിലാണ് ഇതിനെ മിക്സ് ചെയ്ത് വിടുന്നത്. അപ്പം ഇതിങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കുന്ന കാരണം അവർക്ക് ചിലപ്പം ഒരു ഇപ്പം തുടരുമെന്ന് വെച്ച ലെവലായിരിക്കത്തില്ല വേറൊരു പടത്തിന് വെക്കേണ്ടി വരിക. ഇതിപ്പോൾ എവിടുന്ന് ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ആവണം എന്നൊക്കെയുള്ള ഒരു കോൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ, പ്രോപ്പർലി കാലിബ്രേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു മാജിക് ഉണ്ട്, ഒരു ട്രാൻസ് ഉണ്ട്. ഈ വിഷ്വലും സൗണ്ടും കൂടെ ലോക്കായി ഈ ബാക്കിലേക്ക് വെക്കുന്നതും ഈ സബ്വൂഫർ വഴി വരുന്നതും ഹൈറ്റിനും ഇതിലെല്ലാത്തിലൂടെ നമ്മൾ ഈ സൗണ്ട് പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇതെല്ലാവരിലേക്കും എത്തും. അതാണ് സിനിമ എന്ന് പറഞ്ഞ ആർട്ട് ഫോമിൻ്റെ ഒരു പവർ. അത് ഇപ്പോൾ ചെതറിക്കിടക്കാണ്. അതൊട്ടും ഒരിക്കലും ബെറ്റർ എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് എൻഡ് ചെയ്യേണ്ടതല്ല. ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ആവുന്നില്ല, ഓൾമോസ്റ്റ് അതിനെ ഇത് ചെയ്യുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഓൾമോസ്റ്റ് അല്ലല്ലോ, ഇതൊരു ക്രിയേറ്റീവ് സാധനമല്ലോ, ഒരു ഇമോഷണൽ ഫ്ലോ ആണ്. അതിപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത്, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ എന്ത് കാര്യം പറയുന്നതിനനുസരിച്ച് നമ്മുടെ വോളിയം മാറത്തില്ലേ. ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടോൺ പറയുന്നത്, നമ്മൾ ആങ്കർ ആണെന്നുണ്ടെങ്കിൽ വേറെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ വോളിയത്തിലും വ്യത്യാസമുണ്ട്, ഇമ്പാക്റ്റിൽ വ്യത്യാസമുണ്ട്. ഇതാണല്ലോ നമ്മൾ ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് വിടുന്നത്. ഈ ഇമ്പാക്റ്റിൽ വ്യത്യാസം വരുന്നതും വോളിയത്തിന് വ്യത്യാസം വരുന്നതനുസരിച്ച് തിയേറ്ററിൽ ഇത് സിനിമ ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന കണക്റ്റഡ് ആവുന്ന ആൾക്കാരുടെ ഇമോഷണൽ ഫീലിങ്ങിലും വ്യത്യാസം വരും. അത് മാറാൻ പാടില്ല. അത് മാറിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് തന്നെ മാറിപ്പോയി, കംപ്ലീറ്റ്ലി മാറിപ്പോവാണ് ചെയ്യുന്നത്. അത് നടക്കുന്നുണ്ട്. അതിൻ്റെ അളവുകൾ വ്യത്യാസമായിരിക്കും. അത് ഒരുപാട് പ്രശ്നമില്ലാത്ത സ്ഥലം ഉണ്ടാവും, ചെറിയ പ്രശ്നമുള്ള സ്ഥലം ഉണ്ടാവും. പ്രശ്നമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അത്യാവശ്യം കുറേ സ്ക്രീനുകളിൽ പോയിട്ടുണ്ട്. എവിടെയും അടിപൊളി, ഇത് കറക്റ്റ് സാധനം ഒന്നും ഇല്ല. ഞാനിപ്പോൾ ഫീൽ ആവുന്നത് ഓൾമോസ്റ്റ് അത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. സ്ക്രീനിൽ പെർഫോം ചെയ്യുന്ന ക്യാരക്ടർ ഏത് രീതിയിലാണ്, ഇപ്പം ഗ്ലാസ് ചിലപ്പോൾ ആഞ്ഞു വെക്കുന്നുണ്ടാവും, ചിലപ്പോൾ പതുക്കെ ആയിരിക്കും വെക്കുന്നത്, ചിലപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഈ ഗ്ലാസിന്റെ വെയിറ്റ്, തിക്നെസ്, വെക്കുന്ന സർഫസ് ഏതാണ്, ഗ്ലാസ് ആണോ, വുഡ് ആണോ, സിമെന്റ് ആണോ, അങ്ങനെ ഇത് ടോണൽ സെൻസ് എല്ലാത്തിലും ഉണ്ട്. അതായത് ഇടുന്ന ഷർട്ട്, യൂസ് ചെയ്യുന്ന ചെരുപ്പ്, മെന്നിന്റെയും ലേഡിയുടെയും ഇത്, പിന്നെ ആളുടെ വെയിറ്റ്, ഇതൊക്കെ നോക്കി ഈച്ച് ആൻഡ് എവറി സൗണ്ടുകൾ, ഞാൻ പറയുന്നത് ഫോളി എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെന്റ് സൗണ്ടുകൾ ഒരാൾ അവിടെ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ പെർഫോം ചെയ്യുന്നു.